സോറി, ഈ സമയത്ത് ഞാൻ കോൾ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക. എൻ്റെ മോളോട് സംസാരിക്കണമെന്ന് തോന്നിയോണ്ടാ. അവളെ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ റിങ് ആയി. അതിനുശേഷം സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. ഒന്നവളെ വിളിച്ചു തരുമോ പ്ലീസ്? ഹലോ ഹലോ രഘുരാം, ആർ യു ദേർ? എന്താടാ? ആദിയോടൊപ്പം സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. നാളെ വിളിക്കാൻ പറയൂ ഏട്ടാ. ഇപ്പൊ ഉറങ്ങിയെന്ന് പറയൂ. ഏട്ടൻ കള്ളം പറയണമെന്നോ? പിന്നെ മോളെ കാണുന്നില്ലെന്ന് പറഞ്ഞാ നാളെ വൈകുന്നേരം പുള്ളി ഇവിടെ വന്ന് നിൽക്കും. അച്ഛനിപ്പോ സത്യം പറയുകയാണെങ്കിൽ ചെറിയച്ഛൻ വന്ന് വഴക്കുണ്ടാക്കും. അമ്മ ചെറിയമ്മക്ക് കൊടുത്ത വാക്ക് പോലും പാലിക്കാൻ പറ്റാതെ. ഹലോ ആദ്യേ, ഹലോ രഘുരാമേ, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇതിനാണ് ധർമ്മസങ്കടം എന്ന് പറയുന്നത്. അതായത് കിഷോറിനും അളിയനും ഇടയ്ക്കുള്ള ധർമ്മയുദ്ധം. ഹലോ ഹലോ ഹലോ, ആദ്യം വന്നിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ ഞാൻ അവളെ വിളിച്ചോണ്ട് വരണമെന്ന് പറയരുത് കിഷോർ. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതെ, നിങ്ങൾ നിങ്ങളുടെ മോളെ ഇവിടെ വിട്ടിട്ട് പോയപ്പോ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനും അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയും ആരടുത്താണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയത്? ജാനകിയുടെ അടുത്തല്ലേ, എന്റെ അടുത്തല്ലല്ലോ. അത് സത്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തൊന്ന് കേൾക്കണം, പറ്റുമോ? ജാനകി എപ്പോഴാണോ ഈ ഫോൺ എടുത്ത് സംസാരിക്കുന്നത്, ആദ്യയോട് സംസാരിക്കണമെന്ന് അവരടുത്ത് പറഞ്ഞാൽ മതി. അതവര് കേട്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ആദ്യയോട് സംസാരിച്ചിരിക്കും. ഹലോ രഘുരാമേ, എന്താ ഇയാൾ ഇങ്ങനെ? നീ എന്തിനാ രഘു അങ്ങനെ പറഞ്ഞത്? കള്ളം പറയാൻ പറ്റില്ല. അതേസമയം ആദ്യയെ കാണാനില്ലെന്ന് സത്യം പറയാനും പറ്റില്ലല്ലോ മേ. ഈ കുടുംബത്തിന്റെ മാനം കളയാൻ വന്നതാ അമേരിക്കക്കാരി. അവള് കാരണം ജാനകിക്കും സമാധാനം ഇല്ലാതായി. അവളെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാന്ന് എനിക്ക് സത്യം ചെയ്തതാ ചേച്ചി. എന്റെ ആദ്യക്ക് ഇനി എന്നും കൂട്ടായിട്ട് നീ ഉണ്ടാവണേ ചേച്ചി.
ആദി ആദി പോകാം വാ. പൂച്ച ഇപ്പൊ പാല് കുടിച്ചതേ ഉള്ളൂ. ഉറുമ്പിന് പഞ്ചസാരയാ വെക്കണ്ടേ, ശർക്കര വെച്ച ഈച്ച വരും. അയ്യോ എന്റെ ചെറിയമ്മ ആന്റി, ഈ ശർക്കരയും പാലും പൂച്ചയ്ക്ക് ഉറുമ്പിനൊന്നും അല്ല, ആ ദൈവത്തിനാ. പെട്ടെന്നൊരു പായസം ഉണ്ടാക്കി നേദിക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയാ കൊണ്ടുപോവാ. ഓഹോ, ആഹാ. ആ. പാതിരാത്രിക്ക് തലൊളിച്ചത് കണ്ടപ്പോ പ്രായപൂർത്തിയായ പെൺകുട്ടി ആയതുകൊണ്ട് ഇത് സാധാരണയെന്ന് വിചാരിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കത് മനസ്സിലാവില്ലടാ. അത് ശരി, ഇങ്ങനെ പൂജയൊക്കെ ചെയ്തോണ്ടിരുന്ന നീ എപ്പോഴാ കഴിക്കുന്നേ? അമ്മ ആദ്യം വരുന്നത് വരെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കില്ല. ഏട്ടത്തെ ആദ്യം കൊണ്ടുവരുന്നവരെ പട്ടിണി അടക്കാൻ പോവാ. ഉഹും. പൂജ ചെയ്യാൻ പോവാ. ആ, ചെയ്തോ ചെയ്തോ, പക്ഷെ പാട്ട് മാത്രം പാടിയേക്കരുത്. ഉഹും. കീർത്തനം പാടും. എന്റെ പൊന്നെ, ശരിക്കും നിനക്കൊന്നും അറിഞ്ഞൂടാ. ഓടിപ്പോയാ പെണ്ണ് തിരിച്ചു വരുവോ? അയ്യോ ആന്റി, ആദ്യം ഓടിപ്പോയതല്ല, കാണാതെ പോയതാ. അതെങ്ങനെ കാണാതെ പോവാനാ? വായില് വിരല് വെച്ചാ പോലും കടിക്കാൻ അറിയാത്ത കൊച്ചൊന്നുമല്ലല്ലോ. നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും ആ പെണ്ണ് അഴിച്ച് വിറ്റ് കളയും. അയ്യോ ചെറിയമ്മേ, അങ്ങനൊന്നും പറയാതെ, അവള് പാവല്ലേ. നിന്റെ സഹതാപമൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് ശരി, നിന്റെ ചിറ്റയുടെ മോളെ എങ്ങനെ കാണാതായത്? അതോ, ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് ആരതി എടുത്തോണ്ടിരുന്നപ്പോ രണ്ടുപേരും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കണ്ണൂർന്ന് നോക്കിയപ്പോ ആദ്യം കാണുന്നില്ല. ഓ, എങ്ങനെ ഉണ്ടാവാനാ, അവള് രക്ഷപ്പെട്ടു കാണുമല്ലോ. അത് തന്നെ, വഴി കൂടെ നടന്നു പോകുമ്പോ കാണാതായതാണെങ്കിൽ കാണാതെ പോയതാന്ന് പറയാം. നിന്റെ അടുത്തിരുന്ന കൊച്ച് നീ കണ്ണൂർ നോക്കുമ്പോ കണ്ടില്ലെന്ന് പറഞ്ഞാ എന്താ അതിന്റെ അർത്ഥം? നിന്നെ നല്ലോണം പറ്റിച്ചിട്ടാ ആ പെണ്ണ് രക്ഷപ്പെട്ടത്. വിട്ടേക്ക് പാർവതി, അവളുടെ ഭക്തിയെ നമ്മൾ എന്തിനാ കുറ്റം പറയുന്നേ? നീ പോയി പൂജ ചെയ്യുമോളെ. ഹും. ഹും. ഈശ്വര, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ആദ്യം കാണിച്ചു കൊടുക്ക. ഞങ്ങളല്ലാതെ പാവം അവക്ക് ഇവിടെ വേറെ ആരുമില്ല. അങ്ങോട്ട് വാ മോളെ, ഇരിക്ക. വെള്ളം കുടിക്കേ, പയ്യെ കുടിക്കേ, പതുക്കെ. ഇറ്റ്സ് ഓക്കേ. രാജലക്ഷ്മി എവിടെ മോളെ? അമ്പലത്തിലെ കൊടക്കരയില. ഇപ്പോഴും പൂജ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവൾ അവിടെ തന്നെ കാണുമായിരിക്കും. അമ്പലത്തില് പൂജ നടക്കുന്നിടത്തോ? അയ്യോ എന്റെ ഈശ്വര, അല്ലെങ്കിൽ തന്നെ അവക്കൊന്നും അറിയില്ല. ഈ ആ സമയത്ത് അവൾ ഒറ്റയ്ക്കായി പോയാ ആകെ പേടിച്ചവൾ എന്താവും അറിയില്ല. എന്ത് പണിയാ നീ കാണിച്ചത് ആദ്യം? ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ വഴിക്കല്ലേ പോയത്. നമുക്ക് ആദ്യം ഇവിടുന്ന് പോകാം. വാ, എനിക്ക് അമേരിക്കയിലേക്ക് പോണം. എനിക്ക് അമേരിക്കയിലേക്ക് പോണം. എനിക്ക് അമേരിക്ക. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എനിക്കിവിടെ ഇനി താമസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടില്.
രാവിലെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇത് പെട്ടെന്നുണ്ടായ മാറ്റമൊന്നുമല്ല. ആദ്യം ഇപ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതുപോലെ അഭിനയിക്കായിരുന്നു. യെസ്, പട്ടണത്തിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞ് ആ പാവം രാജലക്ഷ്മിയോടും കള്ളം പറഞ്ഞ് ഒളിച്ചോടി പോവായിരുന്നു അല്ലേ? അല്ലാതെ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞ നിങ്ങൾ എന്നെ യാത്ര അയക്കോ? എന്നെ നല്ല രീതിക്ക് പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആ ഗുണ്ടകളുടെ കയ്യിൽ പെട്ടു പോവില്ലായിരുന്നു. എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ മോളെ. വീട്ടിലുള്ളവരൊക്കെ ദേഷ്യക്കാരാണെന്ന് തോന്നാം, പക്ഷേ അവർക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞ കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കൂ അവര്. ഹലോ, ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല. എന്നെ അങ്ങനെ കാണുകയും വേണ്ട. എന്നെ പോവാൻ സമ്മതിച്ച തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നോളൂ. നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കണം. സന്ധ്യയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റണമെന്ന് നിന്റെ അച്ഛനും പറഞ്ഞതല്ലേ? എന്നെ വിട്ടിട്ട് പോയ ആ മനുഷ്യൻ ഞാൻ ഇവിടെ എത്ര ദിവസം നിൽക്കുന്നു എന്നുള്ളതൊന്നും കാര്യമില്ല. എനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ അമേരിക്കയല്ല. അവിടെ എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. എന്നാ നിങ്ങളുടെ വീട്ടിലാവുമ്പോ എനിക്ക് മനസമാധാനം കിട്ടുന്നില്ല. ഞാൻ പോവും, എനിക്ക് പോയേ പറ്റൂ. ബലം പ്രയോഗിച്ച് നിർബന്ധിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നീ നന്നായിരുന്ന മതി എനിക്ക്. ഞാൻ നിന്നെ വീട്ടിലേക്കല്ല വിളിക്കുന്നത്, ടിക്കറ്റ് എടുക്കാനാണ് വിളിക്കുന്നത്. എന്റെ അനുജത്തിക്ക് സുഖമാണെന്ന് പോലും അറിയാതെ 20 വർഷങ്ങൾ ഞാൻ പെടയായിരുന്നു. ഇപ്പൊ അവളില്ല, നീയും ഉണ്ടാവില്ല. വാക്ക് പാലിക്കാത്ത ഞാൻ വീട്ടിൽ പോയി തലകുനിഞ്ഞ് നിൽക്കാൻ പോവാ. പക്ഷെ ഈ ട്രെയിൻ നീങ്ങിത്തുടങ്ങിയ നിനക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല. സന്തോഷമായിട്ട് പോയി വാ മോളെ. ട്രെയിൻ പുറപ്പെടാൻ പോവാ. നീങ്ങിത്തുടങ്ങിയ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. നീ ഇറങ്ങിപ്പോയിന്ന് ഞാൻ പറയില്ല, ഞാൻ തന്നെ പറഞ്ഞയച്ചതാണെന്ന് പറയും. ഞാൻ പോട്ടെ.
ട്രെയിൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, പക്ഷെ എനിക്കിറങ്ങാം. ട്രെയിൻ പോവുകയും ചെയ്തു, പക്ഷെ ഞാൻ പോയില്ല. അമേരിക്കയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആദ്യ, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ആദ്യ സ്റ്റോപ്പ് ദാറ്റ്. എന്തിനാ നിനക്ക് ഇത്ര ദേഷ്യം? ആദ്യ സ്റ്റോപ്പ് ഹിയർ. I want to kill him, മമ്മ. ആ ജോണി എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. വിതൗട്ട് മൈ പെർമിഷൻ അവൻ എങ്ങനെ എന്നോട് ഐ ലവ് യു എന്ന് പറയും? എനിക്ക് നല്ലോണം ഹേർട്ടായി. അതും ഞാനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ. ആദ്യ നോ. വിട് മമ്മ, വിട്. ആദ്യ ആദ്യ മമ്മ, ഞാനിന്ന് ആദ്യ സ്റ്റോപ്പ് ഇറ്റ്. കാം ഡൗൺ. എനിക്ക് പേടിയാ നിന്റെ ഈ ദേഷ്യം. ദേഷ്യം വന്നാ നീ എന്തൊക്കെയാ കാണിക്കുന്നത് നിനക്ക് തന്നെ അറിയില്ല. നീ എന്തുമാത്രം ഡിസ്റ്റർബ് ആകുന്നു നിനക്ക് മനസ്സിലാവുന്നില്ല. നോക്ക്, ഇങ്ങനെ ദേഷ്യം വരുമ്പോഴെല്ലാം നിനക്ക് അമ്മയുടെ മുഖം ഓർമ്മ വരണം. ദേഷ്യം വരുമ്പോ നീ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു നിമിഷം നീ ആലോചിക്കണം. അതിനുശേഷം നീ എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഓക്കെയാ. ഞാൻ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കും. മമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. മമ്മയ്ക്ക് സ്വന്തം നാടിനോടുള്ള സ്നേഹം ഓർമ്മ വന്നു. 16ാമത്തെ ദിവസത്തെ കർമ്മങ്ങളൊക്കെ ചെയ്താലേ മമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്ന് ആ പൂജാരി പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. മമ്മ പറഞ്ഞ ആ വാക്ക് എന്നെ പോകുന്നതിൽ നിന്നും തടഞ്ഞു. ശരി, ഇവിടെ തന്നെ നിൽക്കുന്നു. എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അളിയ, ഇനിയും നമ്മൾ താമസിപ്പിച്ച പോലീസുകാർ പോലും എന്താ ഇത്രയും ലേറ്റായതെന്ന് ചോദിക്കൂലേ? വാ അളിയ, നമുക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാനാ രഘു? തലവിധി എന്ന് കരുതുക. പോയിട്ട് വാ മോനെ.